അങ്കമാലിയിൽ വാഹനാപകടത്തിൽ മരിച്ച ജാസ്ലിയ ജോൺസന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ അതിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ ഇപ്പോൾ പൊതുദർശനം തുടങ്ങി. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് സംസ്കാരം നടക്കുക. ജാസ്ലിയുടെ അവയവങ്ങൾ 4 പേർക്ക് ദാനം ചെയ്ത കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ. അങ്കമാലിയിൽ നിന്ന് ആൻമരിയ സണ്ണി തത്സമയം ചേരുന്നു. ആൻമരിയ, വിവരങ്ങൾ. ഏറെ വേദനയോടുകൂടിയാണ് നമ്മൾ ഈ കോളേജിൽ നിൽക്കുന്നത്. ഇവിടെ ബികോമിലാണ് 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച ജാസ്ലിയ. അത് സ്പോർട്സിൽ ഉൾപ്പെടെയുള്ള പഠനത്തിലും വലിയ തരത്തിലുള്ള മികവ് കാണിച്ച ജാസ്ലിയയുടെ പൊതുദർശന ചടങ്ങുകൾ പഠിച്ച കോളേജിന്റെ മുറ്റത്ത് ഇപ്പോൾ നടക്കുകയാണ്. ഏറെ വിതുമ്പലോടുകൂടിയാണ് അധ്യാപകരും അതോടൊപ്പം തന്നെ പ്രിയ സുഹൃത്തുക്കളുമൊക്കെ ഇവിടെയുള്ളത്. രാവിലെ 8 മണിയോടുകൂടിയാണ് പൊതുദർശനം ആരംഭിച്ചത്. പൊതുദർശന ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. എടവനക്കാട് സ്വദേശിനിയാണ് ജാസ്ലിയ. അവിടെ എടവനക്കാട് ഉള്ള വീട്ടിലേക്ക് പോയി അവിടെ ശേഷം സംസ്കാരം 3 മണിക്ക് കുഴിപ്പള്ളി പള്ളിയിൽ വെച്ചിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പൊതുദർശനം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയുണ്ട്. ജാസ്ലിയ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പുതുജീവൻ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊരു മാതൃക നൽകിക്കൊണ്ട് കൂടിയാണ് ജാസ്ലിയ മടങ്ങുന്നത് എന്നുള്ള അഭിമാന നിമിഷവും അതോടൊപ്പം തന്നെ ആ വിതുമ്പലും ഈ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അതോടൊപ്പം തന്നെ അധ്യാപകർക്കുമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതിയാണ് അങ്കമാലിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ജാസ്ലിയയുടെ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുന്നത്. അതിനുശേഷം അങ്കമാലിയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഗുരുതരമായതിനെ തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. മസ്തിഷ്ക മരണമായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. തലയ്ക്കാണ് അതീവ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റുന്നത്. തുടർന്ന് വീട്ടുകാരുടെ പിതാവിന്റെ എല്ലാം സമ്മതപ്രകാരം സർക്കാർ സ്ഥാപനമായിട്ടുള്ള കെസോട്ടോ വഴി അവയവദാന പ്രക്രിയകൾ ആരംഭിച്ചു. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് 3 മണിക്കാണ് സംസ്കാരം. പൊതുദർശനം അവസാനിച്ച് മൃതദേഹം കൊണ്ടുപോവുകയാണ്. ജാസ്ലിയുടെ കരൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുള്ള രോഗിക്കും വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും നേത്രപടലം അങ്കമാലി ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് കേരളയിലേക്കുമാണ് കൈമാറിയിരിക്കുന്നത്. ഇന്നലെ അവയവദാന പ്രക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം, അതിനുശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ പൊതുദർശനത്തിന് വേണ്ടിയിട്ട് പഠിച്ച കോളേജിന്റെ മുറ്റത്തേക്ക് ജാസ്ലിയെ കൊണ്ടുവരുന്നത്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ജാസ്ലിയ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു സാധാരണ കുടുംബമാണ് ജാസ്ലിയ. ഏക ആശ്രയം കൂടിയാണ്. ആ കുടുംബത്തിന്റെ ആശ്രയവും ജാസ്ലിയാണ്. ഒരു സഹോദരനാണ് ജാസ്ലിയയ്ക്കുള്ളത്. ഈ പഠനത്തോടൊപ്പം തന്നെ ഹോസ്റ്റലിലാണ് ജാസ്ലിയ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ പഠനം കഴിഞ്ഞതിന് ശേഷം പാർട്ട് ടൈം ജോലിയും ജാസ്ലിയ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്പോർട്സിലും മികവ് പുലർത്തിയിരുന്നു. നിരവധിയായിട്ടുള്ള സമ്മാനങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് സമ്മാനിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. ഏറെ വിതുമ്പലോട് കൂടിയാണ് ഇപ്പോൾ നമ്മളും ഇവിടെ നിൽക്കുന്നത്. എസ് കെ. ഓക്കെ, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ജാസ്ലിയുടെ അവയവങ്ങൾ 4 പേരിൽ തുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.